ആസാമിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ BJP ജയിച്ചു എന്നുള്ളൊരു വിചിത്രമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ വിശദാംശം എന്തൊക്കെയാണ്? കാരണം മെയ് 2-നും 4-നുമാണ് അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനു മുൻപ് തന്നെ പത്രികാ സമർപ്പണം കഴിഞ്ഞപ്പോഴാണ് 325 സീറ്റുകളിൽ BJPയുടെ ഒരു വിജയം അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ആ സീറ്റുകളിൽ മത്സരിക്കാൻ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളില്ല. അത്രയ്ക്ക് ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് ആസാമിൽ കൂപ്പുകുത്തിയിരിക്കുകയാണ്. മുൻകാലങ്ങളിലെല്ലാം ആസാമിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പല നേതാക്കളുടെയും കോൺഗ്രസ് നേതാക്കളുടെയും തട്ടകമായിരുന്ന ആസാമിലാണ് ഈ ദയനീയ അവസ്ഥയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തിയിരിക്കുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയം രണ്ടാമതാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനു പോലും ആളില്ലാതെ മാറിയിരിക്കുകയാണ് ആസാമിലെ കോൺഗ്രസ്. പക്ഷേ അവരുടെ ഈ വെല്ലുവിളികൾക്കൊന്നും വലിയ രീതിയിൽ കുറവില്ല. കാരണം ഞാൻ 2 ദിവസം മുൻപ് തന്നെ ഒരു മാതൃഭൂമിയുടെ മനോരമയുടെ ഒരു പത്രത്തിൽ തന്നെ വരുന്നത് കൊണ്ട് ആസാമിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഈ പറയുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പറയുന്നത് വലിയ രീതിയിൽ ആസാമിൽ കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇനിയും. കാരണം കേരളത്തിനും അതോടൊപ്പം തന്നെ ഈ തമിഴ്നാടിനുമെല്ലാം ഒപ്പമാണ് ആസാമിൽ തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാകും. അവിടെ എന്തോ ഗഗോയോ അങ്ങനെ ഏതോ ഒരു കോൺഗ്രസിൻ്റെ ഒരു യുവമുഖം വന്നിട്ടുണ്ട്. ആ മുഖത്തെ ഉയർത്തിക്കാട്ടിയാണ് അവർ പറയുന്നത് വലിയ രീതിയിൽ കോൺഗ്രസ് അവിടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന്. പക്ഷെ നാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആസാമിൽ വലിയ രീതിയിൽ തന്നെ BJPക്ക് തിരിച്ചടിയിട്ടുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശ് ആയാലും രാജസ്ഥാൻ ആയാലും പല സംസ്ഥാനങ്ങളിലും BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായി പഠിച്ചു മുന്നേറാൻ ഇപ്പോൾ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നാം ഹരിയാനയിൽ കണ്ടതാണ്. ഹരിയാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടായപ്പോൾ കോൺഗ്രസ് തന്നെ പ്രതീക്ഷിച്ചതാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവിടെ നേതാക്കൾ തമ്മിൽ തന്നെ ഈ തർക്കങ്ങൾ രൂക്ഷമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും ദയനീയമായി തന്നെ അവിടെ ഹരിയാനയിൽ കോൺഗ്രസ് പരാജയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നാം കണ്ടത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലും ഇത്തരത്തിലാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രമേശ് ചെന്നിത്തലയാണ് അവിടുത്തെ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്ത് BJPയെ വെല്ലുവിളിച്ച് ഞാൻ BJPയെ നിലം പരിശാക്കാൻ പോവുകയാണ്. BJP മഹാരാഷ്ട്രയിൽ ഒന്നുമല്ല, ശിവസേനയുടെയും കോൺഗ്രസിൻ്റെയും NCPയുടെ നേതൃത്വത്തിൽ അവിടെ പുതിയ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ അത് BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ വരുമെന്ന വലിയ വെല്ലുവിളിയായിരുന്നു രമേശ് ചെന്നിത്തല അവിടെ നടത്തിയത്. പിന്നീട് രമേശ് ചെന്നിത്തല ആ ഏരിയയിൽ തന്നെ കാണാനില്ലാത്ത രീതിയിലുള്ള ദയനീയമായൊരു തോൽവി. കാരണം മഹാരാഷ്ട്ര ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു തോൽവി അവിടെ ഉണ്ടായിട്ടില്ല. പിന്നീട് നാം കണ്ടത് ഡൽഹിയിലാണ്. ഡൽഹിയിലും കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടിയിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് അവിടെ കെജ്രിവാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് BJPക്ക് അവിടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാനും അവിടെ മുഖ്യമന്ത്രിയെ വിജയിപ്പിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആസാമുമായി ബന്ധപ്പെട്ടും BJP മുന്നോട്ട് പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇനി ആകെ കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതീക്ഷയുള്ള 2 സംസ്ഥാനം അത് ആസാമും കേരളവും മാത്രമാണ്. ഈ ആസാമിലെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതെ, 325 സീറ്റുകളിൽ മത്സരിക്കാൻ പോലും ആളില്ല. ഇനി മത്സരം നടക്കുന്ന സീറ്റുകളിൽ എത്ര സീറ്റുകൾ അവർക്ക് വിജയിക്കാൻ കഴിയുമെന്ന ദയനീയ അവസ്ഥയിലേക്ക് വരുന്നത്. പിന്നീടുള്ളത് കേരളമാണ്. കേരളത്തിലാണെങ്കിൽ പിണറായി ഈ രാവിലെ തന്നെ തൊഴുതെണീക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ നോക്കിയാണ്. കാരണം ഒരു പ്രതിപക്ഷമില്ലല്ലോ. പ്രതിപക്ഷത്തിന്റെ ശല്യമില്ലാതെ സുന്ദരമായി ഭരിക്കുവാൻ, അഴിമതി നടത്തി ഭരിക്കുവാൻ എന്തായാലും പിണറായിക്ക് കേരളത്തിൽ കഴിയുന്നുണ്ട്. ആ രീതിയിലാണ്. കാരണം അവിടെ ഇപ്പോൾ ഒരു ചെറിയ NSSന്റെ ഒരു യോഗത്തിൽ രമേശ് ചെന്നിത്തലയെ ഒന്ന് വിളിക്കുകയാണ് ഉണ്ടായത്. അടുത്തൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അന്നൊരു ചെറിയ ചർച്ചയുണ്ടായപ്പോൾ തന്നെ വലിയ രീതിയിൽ തമ്മിലടിയാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ ഉയർന്നു വന്നപ്പോൾ കേരളവും അധികം പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ തമ്മിലടി കാരണം മിക്കവാറും വീണ്ടും പിണറായി സർക്കാർ തന്നെ വരാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഇതിനിടെ വലിയൊരു മുന്നേറ്റം BJPക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ല, അതോടൊപ്പം മറ്റൊരു കാര്യമല്ലേ, ഈ തമ്മിലടിയെല്ലാം ഉണ്ടായപ്പോൾ ഒരാൾ രംഗത്തുനിന്ന് എന്തുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞില്ല എന്നത് ശശി തരൂരായിരുന്നു
തനിക്കും കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കാൻ യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ മുന്നോട്ട് വന്നത്. അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ BJPയും മുന്നേറ്റം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിലൊന്നും കേരളത്തിന് വലിയ പ്രാധാന്യം കേന്ദ്ര നേതൃത്വം നൽകിയിരുന്നില്ല. കാരണം ഇവിടെയുള്ള നേതാക്കൾ 33 സീറ്റെന്നും 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്നുള്ള അനാവശ്യ വാഗ്ദാനങ്ങളും അതോടൊപ്പം തന്നെ ഉള്ള വിജയപ്രതീക്ഷയുള്ള സീറ്റുകൾ നിരന്തരം തോൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു മുൻകാലങ്ങളിലെല്ലാം കടന്നുപോയത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ വലിയ രീതിയിൽ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാജീവ് എന്ന വലിയ ബിസിനസ്സുകാരനെ തിരുവനന്തപുരത്ത് വലിയ പണ്ടൊക്കെ BJP കേരളത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP നമ്മളത് ശ്രദ്ധിക്കത്തില്ല, UDF LDF. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റി BJPക്ക് എത്ര സീറ്റ് എവിടെയൊക്കെ കിട്ടുന്നു, നമ്മുടെ തെരഞ്ഞെടുപ്പ് ആ ഒരു ഇലക്ഷന്റെ സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരും അതിലോട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ഇരിക്കുന്ന ഈ ട്രിവാൻഡ്രത്ത് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും പന്ന്യനും ഒക്കെ മത്സരിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് എത്രമാത്രം കിട്ടുന്നു, കാരണം ജയിക്കുമോ എന്നുള്ളൊരു ഭയം അത് LDFനും UDFനും ഉണ്ടായിരുന്നു. അപ്പം BJP ഒരുപക്ഷെ കേരളത്തിലോട്ട് വന്നെത്തി എന്ന് തന്നെ പറയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂർ. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അവർക്ക് വലിയൊരു മുഖ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് അവരുടെ നടത്തം. ഇതിനിടയിലാണ് ഇപ്പോൾ ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ശ്രീത്ത് പറഞ്ഞതുപോലെ UDF ഇവിടുത്തെ തന്നെ അടികൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലെ UDFന്റെ ഈ അടിപിടികൾ അല്ലെങ്കിൽ ഈ ഓരോ അധികാരത്തിന് വേണ്ടിയുള്ള വാക്കുതർക്കങ്ങളൊക്കെ ആയിരിക്കും ഇവരെ കൂടുതൽ ക്ഷയിപ്പിച്ചിരിക്കുന്നത്. ഒരു ഏകീകരണമില്ല അല്ലെ, ഒരു സംഘടിതമില്ലാത്തതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം എന്ന് തോന്നുന്നു. കാരണം അവരുടെ നിയന്ത്രിക്കാനുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും എവിടെയാണെന്ന് ഈ നേതാക്കൾക്ക് പോലും അറിയാത്തൊരവസ്ഥ ഉണ്ടല്ലോ. കാരണം അവർക്ക് അവരുടെ കുടുംബം ഇപ്പോൾ അവർ അടുത്ത ഒരാളെ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ടല്ലോ, റോബർട്ട് വേദേര അല്ലേ, ഭദ്രയുമായി ബന്ധപ്പെട്ട് അടുത്ത അവർ വയനാട്ടിൽ ചിലപ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുമായിരിക്കും. അങ്ങനെ സ്വന്തം കുടുംബം മാത്രമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറച്ച് തിരിച്ചടി ഉണ്ടായപ്പോൾ എങ്ങനെയാണ് തിരിച്ചടി ഉണ്ടായത്, അതെങ്ങനെ തരണം ചെയ്യാമെന്ന ചിന്തയുമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കോൺഗ്രസിന് അങ്ങനെയല്ല. ഒരു പരാജയം ഉണ്ടായാൽ പിന്നെ ഒന്ന് പ്രതീക്ഷയായി വരുമ്പോഴായിരിക്കും അവിടെ വീണ്ടും തമ്മിലടി ആരംഭിക്കുകയും അത് മുതലാക്കാൻ BJPക്ക് കഴിയുകയും ചെയ്യും. ചേച്ചി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിച്ചിരുന്നത് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടാണ്. തിരുവനന്തപുരമാണ് ഇപ്പോൾ BJPയുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആസാമിൽ ഉണ്ടാക്കിയ മുന്നേറ്റം പോലെ അവർ കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കഴിഞ്ഞ 2015-ലും 2020-ലും എല്ലാം പ്രതിപക്ഷത്തിരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ 2010-ലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 6 സീറ്റ് മാത്രമായിരുന്നു. ആ 6 സീറ്റിൽ നിന്ന് 2015-ൽ വന്നപ്പോൾ 35 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ആ 35 തന്നെ 2020-ൽ നിലനിർത്താൻ കഴിഞ്ഞു. ഇനി ഒരു 10-15 സീറ്റ് അധികം നേടുകയാണെങ്കിൽ സുഖമായി തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് പിടിച്ചെടുക്കാൻ അതിനുള്ള പ്രവർത്തനവുമായാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും നിർണായക പങ്കുവഹിക്കാൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെയും തീരുമാനം. അതിനുവേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തി വരുന്നത്. പിന്നീട് കുറച്ചു മുൻപ് ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച ഒരു മണ്ഡലമുണ്ടല്ലോ, തൃശ്ശൂരിലും തിരുവനന്തപുരം തൃശ്ശൂരുമാണ് കോർപ്പറേഷൻ പിടിക്കുക എന്നാണ് ഇപ്പോൾ BJPയുടെ ലക്ഷ്യം. അതിനെന്തായാലും ഇപ്പോൾ BJP മറ്റൊരു തന്ത്രവും ഉണ്ടല്ലോ, ഈ കോൺഗ്രസിനെ പരമാവധി കേരളത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നൊരു നിലപാടിലേക്ക്. എപ്പോഴും പറയുമ്പോഴും നമ്മളുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇതിൽ ഇടത് വലത് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം ഇല്ലാത്ത ഒരു ഭരണം മുമ്പോട്ട് പോകുമോ? പ്രതിപക്ഷം ഇല്ലാത്ത ഭരണം എന്ന് പറഞ്ഞാൽ അത് പ്രതിപക്ഷം കൂടെ വിചാരിക്കണ്ടേ? കാരണം ഞാൻ മഹാരാഷ്ട്രയുമായി സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഭരിച്ചിരുന്നത് BJP സർക്കാരായിരുന്നു. ആ BJP സർക്കാരിനെതിരെ നിരന്തരം സമരം സംഘടിപ്പിക്കാതെ അവിടെ NCPയും ശിവസേനയും കോൺഗ്രസും തമ്മിൽ തല്ലുകയാണ്. അങ്ങനെ തമ്മിൽ തല്ലുന്നവരെ എന്തിനാണ് പ്രതിപക്ഷമായി ജനങ്ങൾ വിജയിപ്പിക്കുക? അങ്ങനെ ചിന്ത കേരളത്തിലും ഉണ്ടായാൽ മതിയല്ലോ. ആ രീതിയിൽ തന്നെ മറ്റു നോക്കുമ്പോൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കോൺഗ്രസിന്റെ നേതാക്കൾ എവിടെയാണ്? അതുകൊണ്ടാണ് ചിലപ്പോൾ തമ്മിൽ തല്ലാണ്, ഇത് തമ്മിൽ യോജിച്ചാണ് പോകുന്നത്, ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇവിടെ പോകുന്നത്. അതെ, അല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുകയാണ് മൂന്നാമതൊരു പാർട്ടി വരട്ടെ എന്ന് ചിന്തിച്ചാൽ അവർ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. അതായിരിക്കും ചിലപ്പോൾ ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോവുക.